മാർച്ച് 9 വിശുദ്ധ ഫ്രാൻസിസ് 1384 മുതൽ 1440 വരെ കാലഘട്ടം. കൊള്ളാറ്റിൻ സഭയുടെ സ്ഥാപകയായ ഫ്രാൻസിസ് ഇറ്റലിയിൽ കുലീന മാതാപിതാക്കന്മാരിൽ നിന്ന് ജനിച്ചു. ചെറുപ്പം മുതൽക്കേ ഫ്രാൻസിസിൻ്റെ അഭീഷ്ടം സന്യാസ ജീവിതമായിരുന്നുവെങ്കിലും മാതാപിതാക്കന്മാരുടെ ആഗ്രഹപ്രകാരം 1396 ഒരു റോമൻ പ്രഭുവായ ലോറൻസ് പൊൻസാനിയെ അവൾ വിവാഹം കഴിച്ചു. വിവാഹിത പ്രഭുവിയായിരുന്നുവെങ്കിലും ഫ്രാൻസിസ് ആഡംബരങ്ങളിൽ നിന്നകന്ന് പ്രാർത്ഥനയിലും ധ്യാനത്തിലും വിശുദ്ധ കുർബാനയുടെ സന്ദർശനത്തിലും ആനന്ദം നേടി. 40 കൊല്ലത്തെ വിവാഹ ജീവിതത്തിൽ അവൾ തൻ്റെ ഭർത്താവിനെ ഒരിക്കലും അനുസരിക്കാതിരുന്നിട്ടില്ല. വിവാഹിതയായ ഒരു സ്ത്രീ എന്തിനെങ്കിലും വിളിക്കപ്പെട്ടാൽ ഭക്താഭ്യാസങ്ങൾ നിർത്തിവെച്ച് കുടുംബജോലികളിൽ ദൈവത്തെ കാണണം എന്നാണ് അവൾ പറഞ്ഞിരുന്നത്. അപ്രകാരം തന്നെ അവൾ പ്രവർത്തിച്ചു വന്നു. ഒരിക്കൽ ഒരു സങ്കീർത്തനം ചൊല്ലാൻ തുടങ്ങിയപ്പോൾ 4 പ്രാവശ്യം ഓരോ കാര്യത്തിന് അവൾ വിളിക്കപ്പെട്ടു. ഓരോ പ്രാവശ്യവും സങ്കീർത്തനം നിർത്തിവെച്ചുകൊണ്ട് വേണ്ടത് ചെയ്തു. 5-ാം പ്രാവശ്യം സങ്കീർത്തനം ആരംഭിക്കാൻ തുടങ്ങിയപ്പോൾ പ്രഥമവാക്യം സ്വർണ്ണമഷിയിൽ എഴുതപ്പെട്ടിരിക്കുന്നതായി അവൾ കണ്ടു. ഭർത്താവ് മരിക്കുന്നതിന് ഏതാനും കൊല്ലങ്ങൾക്ക് മുമ്പ് ശാരീരിക പ്രായശ്ചിത്തങ്ങൾ അനുഷ്ഠിക്കുവാൻ അദ്ദേഹം സ്വഭാര്യയെ അനുവദിച്ചു. അന്നു മുതൽ വിശിഷ്ടഭോജ്യങ്ങൾ ഉപേക്ഷിച്ചു. ഭിക്ഷക്കാർക്കുള്ള ഉണക്കറൊട്ടി തിന്നുവാൻ തുടങ്ങി. മുള്ളരഞ്ഞാണും കുറേ നാൾ അണിഞ്ഞു. പിന്നീട് ആത്മീയ ഗുരു അനുവദിച്ചില്ല. കുട്ടികളെ വിശുദ്ധരായി വളർത്തുവാൻ അവൾ അങ്ങേയറ്റം പരിശ്രമിച്ചു. കുരിശുകൾ അവൾക്ക് വേണ്ടുവോളമുണ്ടായിരുന്നു. 1413 നേപ്പിൾസ് രാജാവ് ലഡിസ്ലാസ് റോമാനഗരം ആക്രമിക്കുകയും ഫ്രാൻസിസിൻ്റെ ഭർത്താവിനെ നാടുകടത്തുകയും മകൻ ജോൺ ബാപ്റ്റിസ്റ്റിനെ ജാമ്യത്തടവുകാരനായി കൊണ്ടുപോവുകയും ചെയ്തു. കോൺസ്റ്റാൻസ് സോനുഹദോസിന് ശേഷം സമാധാനമുണ്ടായി. ഭർത്താവ് സ്വദേശത്തേക്ക് മടങ്ങി. കണ്ടുകെട്ടിയ സ്വത്ത് തിരിച്ചു കിട്ടി. ഫ്രാൻസിസ് വഴി തനിക്ക് കൈവന്ന അനുഗ്രഹങ്ങളെ പരിഗണിച്ച് ഭർത്താവ് അവൾക്ക് അവളുടെ പ്രായശ്ചിത്ത മാർഗത്തിൽ കൂടി നടക്കുവാനും താൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഒബ്ലേറ്റ്സ് എന്ന സന്യാസിനി സമൂഹം ആരംഭിക്കുവാനും അനുമതി നൽകി. 1433 പുതിയ സഭ ആരംഭിച്ചു. 1437 എവൂജേനിയൂസ് 4-ാമൻ പാപ്പ അതിന് അംഗീകാരം നൽകി. റോമയിൽ സഭയുടെ മാതൃഭവനം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തിൻ്റെ പേരിൽ നിന്ന് കൊള്ളാറ്റിൻസ് എന്ന് ഈ സഭയ്ക്ക് നാമമുണ്ടായി. ഭർത്താവിൻ്റെ മരണശേഷം കഴുത്തിൽ ഒരു കയറ് കെട്ടി നഗ്നപാദങ്ങൾ കൊണ്ട് നടന്ന് മഠത്തിലെത്തി സാഷ്ടാംഗം വീണ് തന്നെ അവരോടൊപ്പം ചേർക്കുവാൻ സഹോദരിമാരോട് അഭ്യർത്ഥിച്ചു. 1437 മാർച്ച് 21 വിശുദ്ധ ബെനഡിക്റ്റിൻ്റെ തിരുനാൾ ദിവസം അവൾ സഭാവസ്ത്രം സ്വീകരിച്ചു. സഭയിലെ എളിയ ജോലികൾ ചെയ്ത് ജീവിക്കുകയായിരുന്നു അവളുടെ ആഗ്രഹമെങ്കിലും അംഗങ്ങൾ അവളെ മഠാധിപയായി തിരഞ്ഞെടുത്തു. ഹ്രസ്വമായ സന്യാസ ജീവിതത്തിൽ നിരവധി അതിസ്വാഭാവിക അനുഗ്രഹങ്ങൾ അവൾക്ക് ലഭിച്ചുകൊണ്ടിരുന്നു. കാവൽമാലാഖ നേരിൽ അവളോട് സംസാരിച്ചിരുന്നുവത്രേ. കുർബാന സ്വീകരണ ശേഷം പാരവശ്യമുണ്ടാവുക സാധാരണമായിരുന്നു. 1440 മാർച്ച് 9 56-ാമത്തെ വയസ്സിൽ ഫ്രാൻസിസ് നിര്യാതിയായി. 1608 മെയ് 29 5-ാം പൗലോസ് മാർപ്പാപ്പ ഫ്രാൻസിസിനെ വിശുദ്ധയെന്ന് പേര് വിളിച്ചു. വചനം പ്രഭാഷകൻ 42-ാം അധ്യായം 11-ാം വാക്യം. ദുശാട്ടിക്കാരിയായ പുത്രിയെ കർശനമായി സൂക്ഷിക്കുക, അല്ലെങ്കിൽ അവൾ നിന്നെ ശത്രുക്കളുടെ പരിഹാസപാത്രവും നഗരത്തിൽ സംസാര വിഷയവും ജനമധ്യേ അപമാനിതനുമാക്കും. സമൂഹത്തിൻ്റെ മുമ്പിൽ നിനക്ക് ലജ്ജിക്കേണ്ടി വരും. വിചിന്തനം. ഭർത്താവിന് ലഘുവായ മനപ്രയാസം പോലും വരുത്താതെ 40 കൊല്ലം ജീവിച്ച ഫ്രാൻസിസ് വിവാഹിത സ്ത്രീകൾക്ക് ഉത്തേജനമായിരിക്കേണ്ടതാണ്. അവളുടെ പ്രാർത്ഥനാശീലവും നിസ്സംഗതയും സകലർക്കും ഒരു മാതൃകയാണ്.